ഉച്ചക്കഞ്ഞിയിലെ പാറ്റയും കടലക്കറിയിലെ ഈച്ചയും ഗോപിച്ചേട്ടൻ്റെ ചായക്കടയിലെ ഉണ്ടൻ പൊരിയിൽ മൂത്തമിട്ടു. ഹലോ, നമസ്കാരം. കൈ വീശാണോ വന്നത്? നിങ്ങളോട് ദീപാവലി സ്വീറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും കൊടുക്കണോന്ന് പറഞ്ഞതല്ലേ? ഞാൻ മറന്നുപോയതല്ല മനഃപൂർവ്വം. ഞാൻ ഗോപിച്ചാറിന്റെ കടയിൽ പോയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു പ്രശ്നം. അല്ല, ഞാനൊരു സാധനം പറഞ്ഞത് ആ കേസിലാണ് ഞാൻ ഒന്നും മേടിക്കാണ്ട് വന്നത്. ഉണ്ടംപരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപാവലിക്ക് ഉണ്ടംപരിയോ ഡയാനയ്ക്ക്? വല്ല മൈസൂർ പാക്കോ ജിലേബിയോ ഒക്കെ അല്ലേ ഡയാന തിന്നണ്ട? ഉണ്ടംപരി ആരെയും തിന്നോ? അല്ല, ദീപാവലിക്കൊക്കെ ഈ മറ്റേ ഗുണ്ടൊക്കെ പൊട്ടിക്കുമല്ലോ, അപ്പൊ അത് അങ്ങനെ ഒരു പ്രാസം ഒപ്പിച്ച് തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു വിട്ട്. അപ്പൊ അത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അത് കണ്ടോടുകൂടി ഞാൻ ദീപാവലിക്ക് വേറെ എന്തെങ്കിലും നിൽക്കിന് മേടിച്ചു തന്നാക്കിയത് കഴിഞ്ഞിട്ട്. കാരണം ഇത് ഇനി ആ കടയിൽ നിന്ന് വേണ്ട, നമുക്ക് പ്രശ്നമുണ്ട്. ഉച്ചക്കഞ്ഞിയിലെ പാറ്റയും കടലക്കറിയിലെ ഈച്ചയും ഗോപിച്ചേട്ടൻ്റെ ചായക്കടയിലെ ഉണ്ടൻ പൊരിയിൽ മൂത്തമിട്ടു. ഉച്ചക്കഞ്ഞിയിലെ പാറ്റയും കടലക്കറിയിലെ ഈച്ചയും ഗോപിച്ചേട്ടൻ്റെ ചായക്കടയിൽ ഉണ്ടൻ പൊരിയിൽ മൂത്തമിട്ടു. ഈച്ചയും പാറ്റയും നൃത്തം വെച്ചു, ഉണ്ടയുടെ വൺ സൈഡ് പാതി വിണ്ടു. ഈച്ചയും പാറ്റയും നൃത്തം വെച്ചു, ഉണ്ടയുടെ വൺ സൈഡ് പാതി വിണ്ടു. ഉണ്ടൻ പൊരിക്കുള്ളിൽ ഉറങ്ങിക്കിടന്നോര കുഞ്ഞിപ്പുഴുവിനു ഭ്രാന്തുകേറി. ഉച്ചക്കഞ്ഞിയിലെ പാറ്റയും കടലക്കറിയിലെ ഈച്ചയും ഗോപിച്ചേട്ടൻ്റെ ചായക്കടയിൽ ഉണ്ടൻ പൊരിയിൽ മൂത്തമിട്ടു.